ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 63. ഇതിന് രണ്ടർത്ഥമാണ്. ഭാഗം 63 ഇതിന് രണ്ടർത്ഥമാണ് ഇവിടെ ആരംഭിക്കുന്നു. ആലപ്പുഴയിലെ ആലപ്പാട് പഞ്ചായത്തിൽ ചെറിയഴീക്കൽ എന്നൊരു ദേശമുണ്ട്. സമുദ്രത്തിനും കായലിനുമിടയിലുള്ള നയന മനോഹരമായ ആ സ്ഥലത്താണ് ആയിരംതെങ്ങ് എന്ന കൊച്ചു ഗ്രാമം. അവിടെയാണ് പാട്ടത്തിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം ഉടമസ്ഥരുടെ ആഗ്രഹവും അപേക്ഷയും അനുസരിച്ച് 1892 ഒരു ദിവസം ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുവാനായി ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം ഉടമസ്ഥർ പ്രതിഷ്ഠയ്ക്കായി നിശ്ചയിച്ചു വച്ചിരുന്ന സമയം പുലർച്ചെ 7:30 എന്നാൽ ആ നേരം കഴിഞ്ഞിട്ടാണ് ഗുരുദേവൻ ക്ഷേത്രത്തിലെത്തിയതും പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചതും. പ്രതിഷ്ഠയും അഭിഷേകവും കഴിഞ്ഞ് ഇറങ്ങി വന്ന ഗുരുദേവൻ അവിടെ കൂടി നിന്നിരുന്ന ഭക്തജനങ്ങളോടായി ഇങ്ങനെ പറഞ്ഞു: പ്രതിഷ്ഠ എപ്പോൾ നടക്കുന്നു അതു സമയമായി എടുത്തുകൊള്ളണം. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിലൊരാൾ തന്നെ നിത്യവും രാവിലെ കുളി കഴിഞ്ഞ് പൂജ നടത്തണം. പൂജാകർമ്മങ്ങൾ അറിഞ്ഞു ചെയ്യുന്നത് കൊള്ളാം എന്ന് കൽപ്പിച്ചു. അതിനുശേഷം സമീപത്തായി സൗകര്യപ്പെടുത്തിയിരുന്ന ഒരു വീട്ടിലെത്തി ഗുരുദേവൻ വിശ്രമിച്ചു. അപ്പോൾ ഒരു ഭക്തൻ ഗുരുവിൻ്റെ സമീപത്ത് വന്ന് ഒരു സ്വർണവള ഒരിലയിൽ വെച്ചിട്ട് നമസ്കരിച്ചു. ഗുരുദേവൻ: ഇതെന്തിനാണ്? ഭക്തൻ: എനിക്ക് വായുവിൻ്റെ ദീനമുണ്ട്. അതിൻ്റെ ശമനത്തിന് പളനിയിൽ പോകാൻ വ്രതമെടുത്തിരിക്കുകയാണ്. തൃപ്പാദങ്ങൾ ഈ വളയെടുത്ത് എൻ്റെ കയ്യിൽ അണിയിച്ചു തരണം. അയാളുടെ അപേക്ഷ സ്വീകരിച്ച് ഗുരുദേവൻ കൈ പൊക്കി പിടിക്കുവാൻ പറഞ്ഞു. അയാൾ അതുപോലെ അനുസരിച്ചു. ഇലയിലിരുന്ന വളയെടുത്ത് ഗുരുദേവൻ അയാളുടെ കയ്യിൽ അണിയിച്ചു കൊടുത്തു. അത് കണ്ടുകൊണ്ട് നിന്നവരോടായി ചെറു മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ഗുരുദേവൻ പറഞ്ഞു: ഇതിന് രണ്ടർത്ഥമാണ്, മനസ്സിലായോ? ഗുരുദേവൻ മുഖം ഉയർത്തി എല്ലാവരെയും ഒന്ന് പരതി നോക്കി. പക്ഷെ ആരും തന്നെ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഗുരുദേവൻ: നാം തന്നെ പറയാം. പളനിക്ക് പോയെന്നുമായി പൊൻവള ഇടുകയും ചെയ്യാം. എല്ലാവരും ഗുരുവിൻ്റെ നർമ്മം കേട്ട് പുഞ്ചിരി തൂക്കി. മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്ത വിധമുള്ള ഒരാളുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കുന്നതിൽ ഗുരുദേവൻ ഒരവസരത്തിലും വിസമ്മതം കാണിച്ചിരുന്നില്ല. എന്നാൽ ആ ആഗ്രഹത്തിനു പിന്നിലുള്ള ചേതോവികാരത്തെ നർമ്മഭാവേന പരസ്യമാക്കുകയും ചെയ്തിരുന്നു. കരുണക്കടലാം ഗുരുവേ, തിരുകൃപ ചൊരിയണമേ ഈ ഭവനത്തിൽ. ദുരിതഭവാബ്ദിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഭഗവാനേ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 63 ഇതിന് രണ്ടർത്ഥമാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുദർപ്പം വിജയിക്കട്ടെ.